കോൺഗ്രസ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുന്ന വീടുകൾ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് പോയി ഡിവൈഎഫ്ഐയുടെ അശ്ലീല സമരം നടത്തുന്നു. ഞാൻ അശ്ലീല സമരം എന്ന് തന്നെ പറയും. കാരണം അങ്ങനെ ഒരു സമരം അവിടെ നടത്തേണ്ടത് അവർ വാങ്ങിയ സ്ഥലത്തിന് പുറത്ത് വാങ്ങി നടത്തേണ്ട ഒരു കാര്യം ഡിവൈഎഫ്ഐക്കില്ല. അവരവരുടെ നിലയ്ക്ക് നൽകിയ കാര്യം ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. സ്വന്തം നിലയ്ക്ക് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിന് ഈ സമരവുമായി ഡിവൈഎഫ്ഐ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് ധാർമ്മികമായും ശരിയായ രീതിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി കോൺഗ്രസ് ഈ കണക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തമായ കണക്ക് പറയാൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യം എനിക്ക് കോൺഗ്രസിനോടുമുണ്ട്. ഈ പറഞ്ഞ ആരോപണങ്ങൾ കേൾക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് രണ്ടുപേരുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും ഏത് ബാങ്കിലാണെന്നും പറഞ്ഞു. ആപ്പ് വഴി ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിങ്ങളുടെ പണം എവിടെ, നിങ്ങളുടെ കണക്ക് എവിടെ എന്നാണ്. കണക്ക് ഇവിടെ പറയുമ്പോൾ പറയുന്നത് ആ ആപ്പ് എവിടെയെന്ന്. എന്താണ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കുകയാണ്. ആപ്പ് ഉള്ളത് കൊണ്ടാണ് ഓരോരുത്തരും ഒരു മിനിറ്റ് ഇല്ലില്ല ഓരോരുത്തരും കയ്യിൽ ഒരു മിനിറ്റ് പൊതുജനത്തിന്റെ ഭാഗം ഒരു മിനിറ്റ് പൊതുജനത്തിന്റെ ഭാഗത്തുമായിട്ടുള്ള കാര്യം തന്നെ മറ്റേത് നടക്കുന്നത്. ഒരു മിനിറ്റ് പറയട്ടെ. പറയട്ടെ സുനിൽ, ഇന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. എത്ര കണക്കുകൾ എന്നുള്ള പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള പണം ഇത്രയാണെന്നും സ്ഥലം വാങ്ങിയ ശേഷം വീട് വാങ്ങാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല എന്നും പറയുന്നുണ്ട് അല്ലേ? ആ പണം പറയുമ്പോഴും പറയുന്നു ഇനി AICC നൽകാനുള്ള തുകയുണ്ട്. ആ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ ആ നിമിഷം നമുക്ക് പറയാമേ, വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചോദ്യം ചെയ്യണം. അതിനുശേഷമാണ് ഈ കണക്കുകൾ മുഴുവൻ പൂർത്തിയാക്കേണ്ടത്. എത്ര തുക ചെലവഴിച്ചു എന്നുള്ള കാര്യം പറയേണ്ടത്. AICC നൽകാനിരിക്കുന്ന തുകയുണ്ട്, അതുകൂടി വരട്ടെ. അതുകൂടി വന്ന ശേഷമാണ് വീട് നിർമ്മിച്ച് നൽകുമോ, വീട് നിർമ്മിച്ച് തന്നേ പറ്റൂ. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തോ എന്നുള്ളതല്ല, വീട് നിർമ്മിച്ച. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, വീട് നിർമ്മിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞല്ലോ. പണമില്ല എന്ന് പറഞ്ഞല്ലോ. ഗുണഭോക്താക്കളെന്നറിയാമോ? അങ്ങ് പോയി അന്വേഷിക്കൂ. CPM-ന്റെ എല്ലാ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അങ്ങോട്ട് കയ്യിലെങ്കിൽ അങ്ങോട്ട് വായിക്കൂ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഡിവൈഎഫ്ഐ പിരിക്കുന്ന പോലെയോ, കേരളത്തിൽ ഡിവൈഎഫ്ഐ പിരിക്കുന്നത് പോലെ പോലും ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പിരിക്കാൻ പറ്റില്ല. 5 കോടിയെ ഞങ്ങൾക്ക് പിരിക്കാൻ പറ്റും. ആ 5 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നു എന്ന് പറഞ്ഞെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? കേൾക്കൂ, അങ്ങേക്ക് ഓർമ്മ വന്ന കള്ളൻ പവിത്രനും അങ്ങേക്ക് ഓർമ്മ വന്ന ജോർജ് കുട്ടിയും ഒക്കെ ഈ പറഞ്ഞ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് മോഷണത്തിലും കൂടി തോന്നേണ്ടതാണ്. ഏതെങ്കിലും സിനിമ അങ്ങേക്ക് ഓർമ്മ വന്നോ ആവോ? ഒന്നും പറഞ്ഞു കേട്ടില്ല.